സുഹൃത്തുക്കളുടെ ഉപദേശം കേട്ട് സിംഹം കോപത്തോടെ അലറിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പറയുന്നത്? ഒട്ടകം അവന്റെ സുരക്ഷയ്ക്കായി എൻ്റെ രാജ്യത്തേക്ക് നടന്നു. നമ്മൾ അവന് അഭയം നൽകണം. അവനെ കൊല്ലരുത്. നീ പോയി അവനെ എൻ്റെ അടുത്ത് കൊണ്ടുവാ. സിംഹത്തിന്റെ വാക്കുകൾ കേട്ട് മൂവരും വളരെ നിരാശരായി. പക്ഷേ അവര് നിസ്സഹായരായിരുന്നു. അതിനാൽ മറ്റു മാർഗമില്ലാതെ അവർ ഒട്ടകത്തിന്റെ അടുത്ത് പോയി സിംഹത്തിന്റെ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞു. അവനെ കാണാനും അവനോടൊപ്പം അത്താഴം കഴിക്കാനും ആഗ്രഹിക്കുന്നു. വിചിത്രമായ നിർദ്ദേശം കേട്ട് ഒട്ടകം ഭയങ്കര ഭയപ്പെട്ടു. തന്റെ അവസാന നിമിഷം വന്നെത്തിയെന്നും താമസിയാതെ കാട്ടിലെ രാജാവിനാൽ കൊല്ലപ്പെടുമെന്നും കരുതി. അവൻ തന്റെ വിധിയുടെ കാരുണ്യത്തിന് കീഴടങ്ങി തന്റെ ഗുഹയിലെ സിംഹത്തെ കാണാൻ പോയി. എന്നിരുന്നാലും സിംഹം അവനെ കണ്ടതിൽ വളരെ സന്തോഷിച്ചു. അദ്ദേഹം അയാളോട് മധുരമായി സംസാരിക്കുകയും കാട്ടിലെ എല്ലാ സുരക്ഷയും ഉറപ്പു നൽകുകയും ചെയ്തു. സിംഹത്തിന്റെ വാക്കുകൾ കേട്ട് ഒട്ടകം അതിശയിച്ചു, വളരെ സന്തോഷിച്ചു. അവൻ കുറുനരി, ചെന്നായ, കാക്ക എന്നിവരോടൊപ്പം ജീവിക്കാൻ തുടങ്ങി. എന്നാൽ ഒരിക്കൽ നിർഭാഗ്യം സിംഹത്തെ ബാധിച്ചു. ഒരു ദിവസം സുഹൃത്തുക്കളോടൊപ്പം ഭക്ഷണത്തിനായി വേട്ടയാടുന്നതിനിടെ ഒരു വലിയ ആനയുമായി അദ്ദേഹം വഴക്കിട്ടു. വഴക്ക് വളരെ രൂക്ഷമായതിനാൽ അദ്ദേഹത്തിന്റെ 3 സുഹൃത്തുക്കളും പരിഭ്രാന്തരായി സംഭവ സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെട്ടു. പോരാട്ടത്തിൽ സിംഹത്തിന് ഗുരുതരമായി പരിക്കേറ്റു. എന്നിരുന്നാലും അദ്ദേഹം ആനയെ കൊന്നു. പക്ഷേ ഭക്ഷണം വേട്ടയാടാൻ അദ്ദേഹത്തിന് കഴിവില്ലായിരുന്നു. ഓരോ ദിവസവും അവന് ഭക്ഷണമില്ലാതെ പോകേണ്ടി വന്നു. ഭക്ഷണത്തിനായി സിംഹത്തിന്റെ ഇരയെ പൂർണ്ണമായും ആശ്രയിച്ചിരുന്നതിനാൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്ക് ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നു. പക്ഷേ ഒട്ടകം സന്തോഷത്തോടെ ചുറ്റിക്കറങ്ങി.